1202 പുതുവർഷ ഫലം ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കർക്കിടകം വരെ ഒരു വർഷത്തെ ഇടവൻ രാശി കാർത്തിക അവസാനത്തെ 45 നാഴിക രോഹിണി മകീരം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ്, 11ാം ഭാവത്തിലാണ് വർഷം മുഴുവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിദോഷമില്ല. പക്ഷേ ഡിസംബർ 11 വരെ ശനി വക്രഗതിയിലാണ്. വ്യാഴം 3ാം ഭാവത്തിലാണിപ്പോൾ. നവംബർ 1 നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് മാറും. വ്യാഴം 3ലുള്ള വ്യാഴം സമ്മിശ്ര ഫലമാണ് കിട്ടുക. 4ലെ വ്യാഴം കൂടുതൽ അനുകൂലമാണ്. രാഹു 10ാം ഭാവത്തിലാണിപ്പോൾ. ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് മാറും. കേതു 4ാം ഭാവത്തിലാണിപ്പോൾ. ഡിസംബർ 5 കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറും. നിങ്ങളുടെ രാശിയാധിപൻ ശുക്രനാണ്. മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ കൂടുതലും പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളാണ് കിട്ടുക. 1202 പുതുവർഷം നിങ്ങൾക്ക് വർഷാരംഭത്തേക്കാൾ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ശുഭഫലം കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന തൊഴിൽപരമായിട്ടുള്ള ടെൻഷൻ, ജോലിയിലുള്ള സമ്മർദ്ദം, അതുപോലെ മാനസിക ടെൻഷനൊക്കെ മാറിക്കിട്ടും. ചിലവ് കുറഞ്ഞു തുടങ്ങും. ആരോഗ്യം നല്ലതാകും. ആത്മധൈര്യം വർദ്ധിക്കും. വീടുപണി മുഴുവിപ്പിക്കാനായിട്ട് സാധിക്കും. വീട്, വസ്തു, വാഹനലാഭം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ വർദ്ധിക്കും. അതുപോലെ കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ, കലാരംഗത്തൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. കൃഷിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും. നിങ്ങളുടെ രാശാധിപൻ ശുക്രൻ നിങ്ങൾക്ക് പോസിറ്റീവ് ഫലവും ഭാഗ്യവും വർദ്ധിക്കും. എല്ലാവിധ ഐശ്വര്യവും ഭൗതിക സുഖം വർദ്ധിക്കും. ശുഭകാര്യങ്ങൾ നടക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കലാപരമായിട്ടുള്ള കഴിവൊക്കെ വർദ്ധിക്കും. ധന അഭിവൃദ്ധി ഉണ്ടാകും. വാഹനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി മാറുമ്പോൾ, പിന്നെ ധനപരമായിട്ട് ചെലവ് ചെയ്യുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. തീരുമാനമെടുക്കുമ്പോഴൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് വേണം. കുടുംബത്തെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും. ശുഭകാര്യങ്ങൾ നടക്കും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത്, ഒപ്പം തന്നെ നിങ്ങൾ ഡിസംബർ 5 മുതൽ നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങളുടെ ദോഷം മാറി കൂടുതൽ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. എല്ലാവർക്കും പുതുവർഷം എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്